Hi all, welcome back to Aifer Education. So, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രിഗേറ്റ്സിനെ കുറിച്ചിട്ടാണ്. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സ് എന്താണെന്നുള്ളതും മൈക്രോ മാക്രോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മൊത്തത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, മാക്രോ എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായി ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ അഗ്രിഗേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മുടെ തംബ്ലൈന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കുകയാണ്, എന്താണ് ദൂരെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് അല്ലേ. നമുക്കറിയാം മൈക്രോ ഇക്കണോമിക്സിൽ നമ്മൾ ബേസിക്കലി പഠിക്കുന്ന ആരെ കുറിച്ചിട്ടാണ്, കൺസ്യൂമറെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ കൺസ്യൂമറിൻ്റെ തിയറി, കൺസ്യൂമറിൻ്റെ ബിഹേവിയർ ഇതൊക്കെ വരുന്നല്ലേ. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന കൺസ്യൂമർ ഏതൊക്കെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, ഇതായിരിക്കും ബേസിക്കലി നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ തിയറി, ഗ്രീന് വേണ്ട, നമുക്ക് റെഡ് മതി. ഓക്കെ ഫൈൻ, റെഡ് അല്ലാതെ സെറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺസ്യൂമറിൻ്റെ കേസ് എടുക്കുക. കാരണം നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്, ഒരാളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഒരാളെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കായിരിക്കും, കൺസ്യൂമറിനായിരിക്കും. അപ്പോൾ കൺസ്യൂമർ നമ്മൾ എടുക്കാം, കൺസ്യൂമർ. സോ നമ്മുടെ കൺസ്യൂമർ ഇതാണ് കേട്ടോ. സോ ബേസിക്കലി കൺസ്യൂമർ എങ്ങോട്ട് പോവാണ്, മാർക്കറ്റിലേക്ക് പോവാണ്. എങ്ങോട്ട് പോവാണ്, മാർക്കറ്റിലേക്ക് പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈസിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻകം ഉണ്ട്, അങ്ങനെ ഇൻഡിവിജ്വൽ ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ കൺസ്യൂമർ കൂടെ തന്നെ ഞാനും പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്താണ്, കൺസ്യൂമർ പോകുന്നുണ്ട്, കൂടെ ആരുണ്ട്, കൂടെ ഞാനും ഉണ്ട്. സോ മിസ്സും ഉണ്ട് കേട്ടോ, മിസ്സും പോകുന്നുണ്ട് കൂടെ. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്, വിത്തിൻ മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ കൺസ്യൂമറും എനിക്ക് തൊട്ടറിയാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ കൂടെ ഉള്ള ആൾ ഇതായിരിക്കും മേടിക്കുന്നുണ്ടാവുക, ഈ ഒരു പ്രൈസ് ലെവലിലേക്കും ഈ ഒരു ഇൻകം ലെവലിലേക്കും അയാളുടെ കയ്യിലുണ്ടാവുക. ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടേക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു മാർക്കറ്റിലേക്ക് പോകുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഞാനൊരു ഡ്രോൺ വ്യൂയിലൂടെ ഇത് നോക്കുകയാണ് മാർക്കറ്റിനെ. അല്ലെങ്കിൽ ഞാനെന്താ കൺസ്യൂമർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഒരു ഹെലികോപ്റ്ററിലാണെന്ന് വിചാരിക്കാം. സോ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ എന്താണ്, വലിയൊരു ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈജിപ്ത്യൻ കൺട്രീസിലോ അങ്ങനെ എങ്ങനെയും പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറയാണ്, ഇതാണ് അവിടുത്തെ ആ മാർക്കറ്റിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് നോക്കുമ്പോൾ എൻ്റെ വ്യൂ എങ്ങനെ ആയിരിക്കും. ഞാനിപ്പോൾ ഹെലികോപ്റ്റർ വരയ്ക്കാനൊന്നും നിങ്ങൾക്ക് അറിയില്ല, തൽക്കാലം ഇപ്പോൾ ഇതൊരു ഹെലികോപ്റ്ററായിട്ട് നിങ്ങൾ കരുതാം. സോ ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ ഇതാണ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് കടകളുണ്ട്, ഇതാണ് എൻറ്റയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ ഈ ഒരു വ്യൂവിൽ നോക്കുന്ന സമയത്ത്, ദൂരെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഒരൊറ്റ കൺസ്യൂമറിനാണ് എനിക്ക് കാണാൻ പറ്റുന്നത്, ഒരിക്കലല്ല ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഡിമാൻഡാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലല്ലേ, ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ടാവും. ദാറ്റ് മീൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ടാവുന്നു. അതായത് ഈ ഒരു മാർക്കറ്റ് ആസ്പെക്റ്റിലോ അല്ലെങ്കിൽ ദൂരെ നിന്ന് ഞാനൊരു ഇക്കോണമിയെ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്ന എന്തായിരിക്കും, ഇക്കോണമി ആസ് എ വൂളിലേക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. അതാണ് നമ്മൾ അഗ്രിഗേറ്റ് കോൺസെപ്റ്റിൽ കാണുന്നത്. എടുത്ത് അറിയുമ്പോൾ എന്താണ്, ഓരോ ഇൻഡിവിജ്വൽ ആയിരിക്കും. എന്നാൽ ദൂരത്ത് നോക്കുമ്പോൾ എന്താ, മൊത്തത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലായിരിക്കണം നമ്മൾ മാക്രോ ഇക്കണോമിക്കൽ വേരിയബിളിനെ അനലൈസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. സോ ഫൈൻ, നമുക്കറിയാം മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത് ഇക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബ്രാഞ്ചസ് ആണ്. എന്താണ്, മൈക്രോ ആൻഡ് മൈക്രോ എന്ന് പറയുന്നത് ഇക്കണോമിക്സിലെ 2 ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് ആണ് കേട്ടോ. ബ്രാഞ്ചസ് ആണ്, അത് ആലോചിച്ച് വെക്കുക, ബ്രാഞ്ചസ് ആണ്. ഓക്കെ ഫൈൻ. ദെൻ എന്താണ് മാക്രോ ഇക്കണോമിക്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു പോകാം അല്ലെ. എന്താ പറയുന്നത്, മാക്രോ ഇക്കണോമിക്സ് ഓൺ ദി അതർ ഹാൻഡ് ദി ഫോക്കസ് ഓൺ ദി ഇക്കോണമി ആസ് എ വോൾ ആൻഡ് ദി എക്സാമിൻ ദ അഗ്രിഗേറ്റ് ഫിനോമിന സച്ച് ആസ് നാഷണൽ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്, ഇൻഫ്ലേഷൻ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാക്രോ ഇക്കണോമിക്സിൽ നമ്മൾ ബേസിക്കലായിട്ട് കോൺസെപ്റ്റ് നോക്കുന്നത്. ദെൻ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ഇറ്റ് സ്റ്റഡീസ് ദ ഓവറോൾ ലെവൽ ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദി ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻ ആൻ ഇക്കോണമി ആസ് വെൽ ആസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദീസ് വേരിയബിൾസ് സച്ച് ആസ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെ കാണാൻ പറ്റുക, മാക്രോ ഇക്കണോമിക്സ് ആണ് കാണാൻ പറ്റുക. Then എന്താ പറയുന്നത്, the macro economics also deals with the issue like economic fluctuations, business cycle, the determination of the aggregate and output, unemployment in the long run and the causes of inflation and the deflation. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പെട്ടെന്ന് വായിക്കുന്നതെന്ന്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അവൈലബിൾ ആണ്, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ മാക്രോ ഇക്കണോമിക്സിൽ ബേസിക്കലി നോക്കുന്നുണ്ടാവുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്, മോണിറ്ററി പോളിസി ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ട്, അതുകൊണ്ട് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നേ, ഇതെല്ലാം ഒരാളെ കേസാണോ. പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒബ്വിയസ്ലി എന്താണ്, ഒരു ഇൻഡിവിജ്വലിനെ
ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാവാം. എന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഓവറോൾ പ്രൈസ് ലെവലാണ്, അതൊരു ഇക്കോണമി ആസ് എ വോളാണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന ഇക്കോണമി ആസ് എ വോളാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി, ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പോളിസിയാണ് ഫിസിക്കൽ പോളിസി. എന്തെങ്കിലുമൊക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ RBI ആയിരിക്കും കേട്ടോ. RBI കൊണ്ടുവരുന്ന പോളിസിനെയാണ് നമ്മൾ എന്ത് പറയുക, മോണിറ്ററി പോളിസി എന്ന് പറയാം. അതെന്താണ്, ഇക്കണോമിക് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് മോണിറ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇക്കോണമിയെ നമ്മൾ ബാലൻസ് ആക്കാൻ വേണ്ടി നോക്കും. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. then എന്താ, ഇന്റർനാഷണൽ ട്രേഡ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ, ഇക്കോണമി ആസ് എ വോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു മാക്രോ ഇക്കണോമിക് വേരിയബിൾസ് ആയിരിക്കും. ക്ലിയർ? സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ബേസിക്കലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കെനീഷ്യൻ വ്യൂവിലാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ക്ലാസിക്കൽ വ്യൂ പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് കെയ്ൻസിൻ്റെ ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്കണോമിക്സ് ആണ് ആര് പറയുന്നത്, കെയ്ൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ട് ആരെ, ക്ലാസിക്കൽസ് പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. ഒരു പറയുന്നതാണ് സത്യം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന സമയത്ത് ഒക്കെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് നമ്മുടെ കെയ്ൻസ് വരുന്നത് അല്ലേ. കെയ്ൻസിൻ്റെ ബുക്ക് ഏതായിരുന്നു, ജനറൽ തിയറി ഓൺ എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി അല്ലേ. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സോ കെയ്ൻസിൻ്റെ ആസ്പെക്റ്റിലാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്? The aggregate demand is a total demand for the final goods and services at a given time and the price level. ഒന്നുമില്ല, ടോട്ടൽ ഡിമാൻഡ് ആണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൺസ്യൂമർ തിയറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പ്രൈസ് പഠിക്കുന്നുണ്ട്, ഡിമാൻഡ് പഠിക്കുന്നുണ്ട്, യൂട്ടിലിറ്റി പഠിക്കുന്നുണ്ട്, IC കർവ് പഠിക്കുന്നുണ്ട്, റിവീൽഡ് പ്രിഫറൻസ് പഠിക്കുന്നുണ്ട് അല്ലേ. എന്നാൽ ഇവിടേക്ക് എന്താണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ്. അവിടെ നമ്മൾ എന്താണ്, ബേസിക്കലി ഡിമാൻഡ് എന്ന് മാത്രമേ പറയുള്ളൂ. ഡിമാൻഡ് എന്തായിരിക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് P ആണ് അല്ലേ, ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് അല്ല, നമ്മുടെ മൈക്രോ ഇക്കണോമിക് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ കേസ് മാത്രമല്ല പഠിക്കുന്നത്. എന്നാൽ മാക്രോ ഇക്കണോമിക്സ് നോക്കുകയാണെങ്കിലോ അഗ്രിഗേറ്റ് ആണ് പഠിക്കുന്നത്, മൊത്തത്തിലുള്ള ഡിമാൻഡ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ പ്രൈസ് ലെവലിൽ ആ ഒരു കൺട്രിയിൽ സെയിൽ ചെയ്യപ്പെടുക മീൻസ് ആ ഒരു കൺട്രിയിൽ ആളുകൾക്ക് അതിന് മുകളിൽ ഉണ്ടാവുന്ന ഓവറോൾ ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. ആ ഒരു നേഷനിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ വരുന്ന ഓവറോൾ ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഡിമാൻഡ് ഉണ്ടാവുക, ഒരിക്കലില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കും, നമ്മൾ എക്സ്പോർട്ട് ചെയ്തുണ്ടാവില്ല. ഇതൊക്കെ എന്ത് ചെയ്യും, അതിൽ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ആ ഒരു തോട്ട് നിങ്ങളുടെ വഴിയിൽ വെക്കാം. Then it gives the amount of goods and services that will be demanded at all possible price level. In another word, this is the demand for the gross domestic product of the country. ഇവിടെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡിന് നമുക്ക് എന്തിന് ഈക്വൽ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ GDPക്ക് ഈക്വൽ ആയിട്ട് പറയാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തിന് ഈക്വൽ ആയിട്ട് പറയാം, GDPക്ക് ഈക്വൽ ആയിട്ട് പറയാം. GDP എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കൺട്രിയിൽ നമ്മളൊരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മുകളിൽ വരുന്ന മോണിറ്ററി വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുക, GDP എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററി വാല്യൂ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് തന്നെയല്ലേ. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് മോണിറ്ററി വാല്യൂ കൂടും. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് എന്ത് പറയാം. സോ അഗ്രിഗേറ്റ് ഡിമാൻഡും GDP തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? Then next പോയിന്റിലേക്ക് പോകാം. എന്താണ് പറയുന്നത്, ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഡിസ്ക്രൈബ്സ് ദ ടോട്ടൽ വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദി ഇക്കോണമി അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നമ്മളൊരു നേഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഇൻഡിവിജ്വൽ ആസ്പെക്റ്റ് അല്ല നമ്മളിവിടെ പറയുന്നത്, മറിച്ച് എന്താണ്, എല്ലാവർക്കും അതിന് മുകളിൽ എന്താവാം, ഡിമാൻഡ് ഉണ്ടാവാം. അതായത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ടാവാം. ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഗുഡിൻ്റെ മുകളിൽ ഡിമാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ചെയ്യാം, കൺസ്യൂമറെ കേസ് എടുക്കാം. ഗവൺമെൻറ്റിന് ആ ഗുഡിൻ്റെ മുകളിൽ ഡിമാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിൻ്റെ കേസ് എടുക്കാം. എന്നാൽ ഞാൻ ആ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എനിക്കൊരു ചിലവ് അവിടെ വരുന്നില്ലേ, എനിക്കൊരു എക്സ്പെൻഡിച്ചർ അവിടെ വരുന്നില്ലേ. സോ ഗവൺമെൻറ് ആ ഒരു സാധനം ഡിമാൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് അതിന് മുകളിൽ ഒരു എക്സ്പെൻഡിച്ചർ വരുന്നില്ലേ. അതുകൊണ്ട് തന്നെ നേഷ്യയിൽ വരുന്ന ആ ഒരു ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് എന്ത് പറയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ആയിട്ട് പറയാം. ക്ലിയർ അല്ലേ? ദെൻ എന്താ പറയുന്നത്, അഗ്രിഗേറ്റ് കൺസിസ്റ്റ് ഓഫ് ദി എമൗണ്ട് ഹൗസ് ഹോൾഡ് പ്ലാൻ ടു സ്പെൻഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആരാണ്, ഹൗസ് ഹോൾഡിനെയാണ് അല്ലേ, സീനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസല്ല, ഓവറോൾ ഡിമാൻഡാണ് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മുകളിൽ വരുന്ന ഓവറോൾ ഡിമാൻഡിനെയാണ് നമ്മളെന്ന് പറയുക അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ഈ ഓവറോൾ എവിടെയാണ് വരുന്നത്, ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു കൺസ്യൂമറിൻ്റെ കേസ്. ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്നതാണ്. സെക്കൻഡ് എന്താ പറയുന്നത്,
ദ പ്ലാൻഡ് സ്പെൻഡിങ് ഓൺ ദി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ വരുന്ന ഡിമാൻഡ് എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ വരുന്ന എന്താണ് ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നുണ്ട് അല്ലേ, ഗവൺമെന്റ് സ്പെൻഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന എന്താണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അല്ലേ, പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു നെറ്റ് എക്സ്പോർട്ടും ആക്ച്വലി എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരും. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവാം, കാണുന്നുണ്ടോ? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അല്ല, ഗവൺമെന്റ് സ്പെൻഡിങ് ആണ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ചെറിയൊരു തോട്ട് മാറുന്ന പോലെ ഉണ്ടാവും. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയാം. ഓക്കെ, ഗവൺമെന്റ് സ്പെൻഡിങ് പ്ലസ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ആണ്, ബട്ട് അതിന് വേറെ പല ഇന്റർമീഡിയറ്റ് നമ്മൾ ഉദ്ദേശിക്കലുണ്ട്. ബട്ട് ഇവിടെ എന്താണ് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്, ഗവൺമെന്റ് എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഗവൺമെന്റ് ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഗവൺമെന്റ് സ്പെൻഡിങ് വരും. പിന്നെ അതുപോലെ തന്നെ എക്സ് മൈനസ് എം വരും. എക്സ് മൈനസ് എം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോർട്ടിൽ നിന്നും ഇമ്പോർട്ട് കുറയ്ക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എക്സ്പോർട്ടാണ്. എക്സ്പോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് റൈറ്റിംഗ് പറ്റതാണല്ലോ. ഓക്കെ, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് കേട്ടോ. എന്തായിരിക്കും നമ്മുടെ നെറ്റ് എക്സ്പോർട്ട് ആയിരിക്കും. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓവറോൾ ഡിമാൻഡാണ്. അതിൽ നമ്മുടെ കൺസംഷൻ വരും, ഇൻവെസ്റ്റ്മെന്റ് വരും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരും, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് വരും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് സ്ലൈഡ് എന്താ പറയുന്നത് നോക്കാം. ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമുക്ക് നോക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ള ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? ഇനി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്താണെന്ന് നോക്കാം അല്ലേ. So the aggregate demand curve is plotted with the real output on the horizontal axis and the price level on the vertical axis. So aggregate demand നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നെന്താണ് നമ്മുടെ റിയൽ ഔട്ട്പുട്ട് ആണ് കേട്ടോ. ഒന്നെന്താണ് റിയൽ ഔട്ട്പുട്ട് ആണ്, ഒന്നെന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്. സോ റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രൈസ് ലെവലും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിന് മെൻഷൻ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ റിയൽ ഔട്ട്പുട്ടും എന്നാൽ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ പ്രൈസ് ലെവലാണ് മെഷർ ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മളൊരു കർവ് എടുക്കുന്ന സമയത്ത് ഇതിന് XY ആക്സിസ് ഉണ്ടായിരിക്കും. സോ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും. ഇതിൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ നമ്മൾ എന്താണ് ഔട്ട്പുട്ടാണ് മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഈക്വൽ ടു എന്താണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ്. പ്ലസ് എന്താണ് Y ആക്സിസിൽ നമ്മൾ എന്താണ് പ്രൈസ് ലെവലാണ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് X ആക്സിസ് നമ്മുടെ ഔട്ട്പുട്ട് ഓർ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, താരതമ്യം ചെയ്ത് പഠിക്കാവുന്നതുള്ളൂ. നമുക്ക് അതിലേക്ക് പോവാം അല്ലേ. പിന്നെ എന്താണ് പറയുന്നത്, ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD ലൈക്ക് ദ ഡിമാൻഡ് കർവ് ഫോർ ദി ഇൻഡിവിജ്വൽ ഗുഡ്സ് ഇൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഓർത്ത് വെക്കുക എന്താണ്, ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. പ്ലസ് ഇംപ്ലൈങ് ദാറ്റ് ഇസ് ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൈസ് ലെവൽ ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി റിയൽ GDP. എന്തുകൊണ്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്? നമ്മൾ ഇൻഡിവിജ്വൽ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമുക്കറിയാം നമ്മുടെ മൈക്രോ എക്കണോമിക് ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും ഒന്ന് ഓർത്തേക്കുക, ഇങ്ങനെ ആയിരിക്കും. ബിക്കോസ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ GDP ഔട്ട്പുട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കുക. എന്തിന് അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഈക്വൽ ആയിട്ട് എടുക്കുക. ഇവിടെ പ്രൈസ് ലെവലാണ് അല്ലേ. ഇത് തമ്മിൽ എന്താണ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ലോ ഓഫ് ഡിമാൻഡ് തന്നെ ഇവിടെ വർക്കിംഗ് ആവുന്നത്. ദാറ്റ് മീൻസ് പ്രൈസ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് GDP നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. GDP എന്തിന് ഈക്വൽ ആയിരിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കും. കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ വരുന്ന ഓവറോൾ ഡിമാൻഡിനെ നമ്മൾ എന്ത് പറയുക അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. GDP എന്ന് പറയുമ്പോൾ മോണിറ്ററി വാല്യൂ ആണ് അല്ലേ. ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ആ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ വരുന്ന മോണിറ്ററി വാല്യൂ ആണ്. ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ മോണിറ്ററി വാല്യൂ ആയിട്ടുള്ള GDP കൂടും. സോ ഈ ഒരു GDP അല്ലേ പിന്നീട് നമ്മൾ നാഷണൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഔട്ട്പുട്ട് ഒന്നും റിയൽ GDP എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് തമ്മിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അല്ലെങ്കിൽ നമുക്കറിയാം റിയൽ GDP ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഡിമാൻഡും പ്രൈസ് ലെവലും എന്താണ് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡ് തന്നെയാണ് ഇവിടെ വർക്കിംഗ് ആവുന്നത്. അതുകൊണ്ടാണ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പോവാം. സോ അതാണ് നമ്മുടെ കർവ്, നമ്മുടെ സെയിം ഡിമാൻഡ് കർവ് പോലെ. എന്താണ് ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ എന്ത് മെഷർ ചെയ്തിട്ടുണ്ട്, റിയൽ GDP ദാറ്റ് ഈസ് ഈക്വൽ ടു ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. രണ്ടും എന്താണ് ഡയറക്റ്റ് ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണെന്ന് പറയാം. ഇവിടെ ഒറിജിൻ ഉണ്ട്, ഇവിടെ പ്രൈസ് ലെവൽ ഉണ്ട്. ഇവിടെ നമുക്കറിയാം പ്രൈസ് ലെവൽ കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇത്രയായിരുന്നു. എന്നാൽ പ്രൈസ് ലെവൽ കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. പ്രൈസ് ലെവൽ വീണ്ടും കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒന്നും കൂടെ കൂടി. ആൻഡ് പ്രൈസ് ലെവൽ വീണ്ടും കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഒന്നും കൂടെ കൂടി. ഈ ഒരു A B
സി ഡി എന്ന് പറയുന്ന പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്ത് നമ്മൾ എന്ത് പഠിച്ചു? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പഠിച്ചു. ദാറ്റ് മീൻസ് ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുപോലെ തന്നെ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. രണ്ടും തമ്മിൽ എന്താണ്? ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇതിനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ടോപ്പിക് അല്ലേ? ഫൈൻ. സോ നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈയിലേക്ക് പോവാം. പെട്ടെന്ന് അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടില്ല. ഇനി നമുക്ക് ഒരു അഗ്രിഗേറ്റ് സപ്ലൈയിലേക്ക് ഒന്ന് പോയേക്കാം അല്ലേ? സോ ദ അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദി സപ്ലൈഡ് ബൈ ആൻ ഇക്കോണമീസ് ഫോം ഓവറോൾ പീരീഡ് ഓഫ് ടൈം. അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഓവറോൾ അല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമുക്കറിയാം സപ്ലൈ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഒരു രാജ്യത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് മൊത്തം നമുക്ക് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. ദാറ്റ് മീൻസ് ഓഫർ ഫോർ സെയിലിന് വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു സാധനം വിൽക്കാൻ വെക്കണമല്ലേ, എന്നാലേ അതിന് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ കൺസ്യൂമേഴ്സ് വരുമ്പോൾ അല്ലേ അതിന് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ സാധനം തരൂല എന്ന് പറഞ്ഞാൽ അതിന് സപ്ലൈ ഉണ്ടായിരിക്കില്ല. ദാറ്റ് മീൻസ് എപ്പോഴും ആലോചിക്കുക, സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഓവറോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമല്ല, മറിച്ച് അത് വിൽക്കാൻ വെക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് ഓഫർ ഫോർ സെയിലിൽ വെക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു രാജ്യത്തിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിനാണ് നമ്മൾ എന്ത് പറയുക? സപ്ലൈ എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ മൊത്തത്തിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വിൽക്കാൻ വെക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് നമുക്ക് എന്ത് പറയാം? അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ ആൻഡ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് സപ്ലൈഡ് ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമി അല്ലേ? ഇൻ ദ ഇക്കോണമി. ഓക്കെ ഫൈൻ. സോ ഇവിടെ എന്താണ് ആക്ച്വലി പറയുന്നത്? ഇവിടെയും നമ്മൾ എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് മെഷർ ചെയ്യുന്ന സമയത്ത് പ്രൈസിനെയാണ് എടുക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. എന്നാൽ ഇവിടെ എന്താണ് ആക്ച്വലി അഗ്രിഗേറ്റ് സപ്ലൈ നമ്മൾ പ്രൈസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നോക്കുന്നത്. സോ നമുക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സാധനം നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്? എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആൻഡ് ദി ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അതായത് ഇവിടെ എന്താണ് ആക്ച്വലി നമ്മൾ ഡിമാൻഡിൻ്റെ കേസിൽ നമ്മൾ ഒറ്റ ഡിമാൻഡ് കർവേ കണ്ടിട്ടുള്ളൂ, അഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്നാൽ ഇവിടെ എന്താണ്? ഷോർട്ട് റൺ ഉണ്ട്, എന്നാൽ ലോങ് റൺ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇൻ ദി ഷോർട്ട് റൺ ദി അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആൻഡ് ഇൻ ദി ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് വെർട്ടിക്കൽ. ഒന്നുമില്ല, സർപ്രൈസ് ആയില്ലേ? ഓക്കെ ഫൈൻ. ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ട്, നമുക്ക് ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ ഉണ്ട്. ഷോർട്ട് റൺ ഫസ്റ്റ് പറയാം. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഒറിജിൻ ഉണ്ട്. ഷോർട്ട് റണ്ണിൻ്റെ കേസിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും എന്തായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, നമ്മുടെ സാധാരണ സപ്ലൈ കർവ് പോലെ. ദാറ്റ് മീൻസ് ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. അതുകൊണ്ടായിരിക്കും അത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. എന്നാൽ ലോങ് റണ്ണിൽ നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വിത്ത് പാരലൽ ടു ഒ വൈ ആക്സിസ്. ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്താ കാരണം എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. സോ നമുക്ക് നോക്കാം അല്ലേ? ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഇൻ ദി ഷോർട്ട് റൺ, ദ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഇൻ ദി ഷോർട്ട് റൺ ഈസ് ദി ടൈം പീരീഡ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ, വേജസ്, റോ മെറ്റീരിയൽസ്, എനർജി ആൻഡ് സോ ഓൺ ആർ ദി ഹെൽഡ് കോൺസ്റ്റന്റ്, ഓൺലി ദ ഔട്ട്പുട്ട് പ്രൈസസ് വേരി. അതായത് നമുക്കറിയാം ഷോർട്ട് റണ്ണും ലോങ് റണ്ണും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഷോർട്ട് റൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി പറയുന്നത് എന്താ വെച്ചാൽ, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾക്കാവുന്ന കോസ്റ്റുകളെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. പ്ലസ് എന്താണ്? അയാളുടെ ഔട്ട്പുട്ട്, ആ ഒരു ഗുഡ്സിൻ്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടിൻ്റെ മുകളിൽ വരുന്ന പ്രൈസ് ലെവൽ എല്ലാം എന്തായിരിക്കും? വേരിയബിൾ ആയിരിക്കും. ഇവിടെ എന്താണ് ആക്ച്വലി കോസ്റ്റസിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് എന്താണ്? അതെല്ലാം തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കുകയും പ്ലസ് അയാളെ സംബന്ധിച്ചോളം ഇവിടെ വേരി ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും? പ്രൈസസ് മാത്രമായിരിക്കും കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കാം. Then when the prices rise, the level of aggregate supply also rises because the firm seek to take the advantage on the profit ഓപ്പർച്യൂണിറ്റീസ്. എന്താണ്? നമുക്കറിയാം ലോ ഓഫ് സപ്ലൈ എന്താ പറയുന്നത്? പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. എന്തുകൊണ്ടാണ്? ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ ഗുഡ്സിന് കൂടുതൽ പ്രൈസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഇനി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയും വർക്കിംഗ് ആവുന്നത് എന്താണ്? ലോ ഓഫ് സപ്ലൈ ആണ്. അതുകൊണ്ടാണ് അത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ. ഇവിടെ നമ്മൾ പ്രൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ, പ്രൈസ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രൈസിൻ്റെയും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത്. ബാക്കിയുള്ള കോസ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത് നമുക്ക് പോവാം. എ ഫേംസ് പ്രോഫിറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി between is the revenues and the cost over the
ഗിവൺ ടൈം പീരീഡ് സേ 1 ഇയർ. ഇവിടെ ആക്ച്വലി എന്താണ്, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാളുടെ കോസ്റ്റും റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫേം നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എന്താണ്, കോസ്റ്റുകൾ തന്നെയാണ്. റവന്യൂ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്, അയാൾ പ്രൈസ് ലെവലാണ്, അയാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവലാണ് ആക്ച്വലി എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഷോർട്ട് റണ്ണിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക എന്താണ്, ഇവിടെ ഷോർട്ട് റണ്ണിൽ നമ്മുടെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർക്കിംഗ് ആവണമെങ്കിൽ എന്തായിരിക്കണം, അവിടെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാൾ നേരിടുന്ന കോസ്റ്റുകൾ എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആക്കി വെക്കണം. നമ്മൾ മറ്റേ സിറ്ററി പാരിബസ് എന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ല, അതുപോലെ കോസ്റ്റുകളെല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. പ്ലസ് എന്തായിരിക്കും, ഇവിടെ നമ്മൾ ആക്ച്വലി എടുക്കുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ആക്ച്വലി എന്താണ്, നമ്മുടെ ലോ ഓഫ് സപ്ലൈ പോലെ തന്നെയാണ്, ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേർവ് എന്താവുന്നത്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഷോർട്ട് റൺ അഗ്രേഡ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒബ്വിയസ്ലി നമുക്കറിയാം, നമ്മുടെ പ്രൈസ് ലെവൽ P1 ആയ സമയത്ത് നമ്മുടെ AS എന്ന് പറയുന്നത്, അഗ്രേഡ് സപ്ലൈ എന്ന് പറയുന്നത് AS1 ആയിരുന്നു. പ്രൈസ് ലെവൽ കൂടിയപ്പോൾ അഗ്രേഡ് സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ വീണ്ടും കൂടിയപ്പോൾ അഗ്രേഡ് സപ്ലൈ കൂടി. സോ നമ്മുടെ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, ബിക്കോസ് ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി സപ്ലൈ ആൻഡ് പ്രൈസ് ലെവൽ. പ്രൈസ് ലെവൽ കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടും. ബിക്കോസ് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അയാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ പുറത്ത് നല്ല പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, വീണ്ടും 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 പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ എന്തിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടും. സോ ഇതാണ് നമ്മുടെ ഷോർട്ട് റൺ അഗ്രേഡ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. സോ നമുക്ക് ലോങ് റണ്ണിലേക്ക് പോകാം. ലോങ് റൺ എന്താ പറയുന്നത്, ദ ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദ ലോങ് റൺ ആസ് എ ടൈം പീരീഡ് ഇൻ വിച്ച് ഓൾ ദി പ്രൈസസ് ആൻഡ് ദി കോസ്റ്റസ് ആർ വേരിയബിൾ. എന്താണ് പറയുന്നത്, ഇവിടെ പ്രൈസസും നമ്മുടെ കോസ്റ്റസും എന്താണ്, വേരിയബിൾ ആണ്. ഷോർട്ട് റണ്ണിൽ എന്തായിരുന്നു, കോസ്റ്റസിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് പ്രൈസിനെ മാത്രം എടുത്തു. അപ്പോഴാണ് നമുക്ക് ലോ ഓഫ് സപ്ലൈ വർക്കിംഗ് ആയത്. എന്നാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ലോങ് പീരീഡ് ആണ്. ലോങ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം കോസ്റ്റിലൊക്കെ ഡിഫറൻസ് വരും. കാരണം എന്താണ്, അയാൾക്ക് ഒരുപാട് ടൈം ഉണ്ട്, അയാൾക്ക് കൂടുതൽ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം. എന്ത് ചെയ്യാം, കോസ്റ്റുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഉണ്ടാകും. കോസ്റ്റുകൾ മാറ്റം വരുത്താന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആക്ച്വലി കോസ്റ്റ് മാറായിരിക്കും അല്ലേ. കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അയാൾക്ക് എന്തായിരിക്കും, കോസ്റ്റിൽ ഡിഫറൻസ് വരുത്തും. അതുകൊണ്ട് തന്നെ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലേ, ലോങ് റണ്ണിൽ നമുക്ക് എന്ത് പറയാം, അയാളെ സംബന്ധിച്ചോളം പ്രൈസ് ആൻഡ് കോസ്റ്റ് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. രണ്ടും ചേഞ്ച് ചെയ്യാൻ അയാൾക്ക് പറ്റും. സോ an increase in the price level will have no impact on the aggregate supply in the long run because all the firm's cost, wages and the resource cost will rise proportionally with the price level. Simple ആണ്. എന്താണ്, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം ലോങ് റണ്ണിൽ അയാളുടെ പ്രൈസ് ലെവലും അയാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ വരുന്ന പ്രൈസ് ലെവലും അയാൾക്കാവുന്ന കോസ്റ്റും രണ്ടും വേരിയബിൾ ആവുന്ന സിറ്റുവേഷനിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടാവുക, ഈ ഒരു പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾ ഒരിക്കലും അഗ്രിഗേറ്റ് സപ്ലൈ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കൂട്ടുന്നില്ല എന്നല്ല, അഗ്രിഗേറ്റ് സപ്ലൈൻ്റെ മുകളിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്, അയാൾക്കാവുന്ന കോസ്റ്റുകളും വേരിയബിൾ ആയതുകൊണ്ട്. സോ നമുക്കറിയാം ലോങ് റണ്ണിൽ കോസ്റ്റും അതുപോലെ തന്നെ അയാളുടെ പ്രൈസും വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഇമ്പാക്റ്റ് ഓൺ അഗ്രിഗേറ്റ് സപ്ലൈ. അതുകൊണ്ടാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താവുന്നത്, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറുന്നത്. നമുക്ക് നോക്കാം. So in the long run, the aggregate supply curve is vertical. When the resources such as the labor and the capital are fully employed, the economy, the production is at the potential level of the output and YP. When the economy is on the long run, aggregate supply curve and the GDP is equal to the potential output. ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മൂലം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് നമ്മുടെ കേർവ് അടിച്ച് നോക്കാം അല്ലേ. ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, then ഇവിടെ വൈ ആക്സിസ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അഗ്രിഗേറ്റ് സപ്ലൈ തന്നെ ആയിരിക്കും അല്ലേ, അഗ്രിഗേറ്റ് സപ്ലൈ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, പ്രൈസ് ലെവലായിരിക്കും ഓർ കോസ്റ്റ് ആയിരിക്കും. സോ ലോങ് റണ്ണിൽ നമ്മുടെ എന്തായിരിക്കും, അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് പാരലൽ ടു OY ആക്സിസ് ആയിരിക്കും, OY ആക്സിസ് ആയിരിക്കും. സോ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ഫൈൻ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത്. സോ ഇതാണ് ബേസിക്കലി എന്ന് പറയുന്നത്, നമ്മുടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ലോങ് റണ്ണിൽ എന്തായിരിക്കും, വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബിക്കോസ് പ്രൈസ് ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും അല്ലേ, വേരിയബിൾ ആയിരിക്കും. എന്നാൽ നമ്മൾ ഷോർട്ട് റണ്ണിൽ നോക്കുന്ന സമയത്തോ പ്രൈസ് എന്ത് ചെയ്യും, വേരി ചെയ്യും. എന്നാൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ പ്രൈസ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ലോ ഓഫ് സപ്ലൈ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആവുന്നുണ്ട്. എവിടെ, ഷോർട്ട് റണ്ണിൽ കേട്ടോ. ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും, ലോ ഓഫ് സപ്ലൈ വർക്കിംഗ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു മക്കളെ,
സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് അഗ്രിഗേറ്റ് എന്നുള്ളത് നമ്മൾ നോക്കിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ദൂരെ നോക്കുന്ന സമയത്ത് ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓവറോൾ വ്യൂവിൽ മനസ്സിലാക്കുക. ഇതിനാണ് നമ്മൾ അഗ്രിഗേറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈ ഒരു അഗ്രിഗേറ്റ് സപ്ലൈയും കൂടി ചേർന്നിട്ടാണ് ഇഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനൊരു വീഡിയോ അവൈലബിൾ ആണ്. പറ്റുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ മക്കൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ പിന്നെന്താ പറയാനുള്ളത്, സോ നമ്മുടെ നോമ്പൊക്കെ കഴിയാനായില്ലേ. സോ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അടിപൊളിയാക്കുക. അതുപോലെ തന്നെ എന്താ ഉഷാറായിട്ട് പഠിക്കാം. സോ ഇനി ഇപ്പം എന്താണ്, നോമ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിലേ ചിലപ്പോൾ ഈ വെയിലിൻ്റെ ക്ഷീണമൊക്കെ ആയപ്പോൾ ചിലവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഡോണ്ട് വറി, നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം.